പുതുമുഖങ്ങളുമായ തിയേറ്ററുകൾ പ്രേക്ഷക മനസ്സും കീഴടക്കി അങ്കമാലി ഡയറീസ് പ്രദർശന വിജയം നേടുന്നു. കട്ട ലോക്കൽ എന്ന ടാഗ് ലൈനിൽ പുറത്തിറങ്ങിയ ചിത്രം അത്ര ലോക്കലല്ലെന്ന് ഇനി കേരളത്തിലെ പ്രേക്ഷകർ പറയും. അങ്കമാലി ജീവിതം അക്ഷരം പ്രതി കടലാസിലേക്ക് പകർത്താൻ ചെമ്പൻ വിനോദിനും അത് സിനിമയുടെ ഗിമ്മുക്കുകൾ ഇല്ലാതെ പകർത്താനായതിൽ ലിജോ ജോസ് പല്ലിശ്ശേരിക്കും അഭിമാനിക്കാം. നമുക്ക് രണ്ട് കഷ്ണം പോർക്കറിച്ചൊക്കെ വാരി തിന്ന് രണ്ട് സ്മോളൊക്കെ അടിച്ച് ഇങ്ങനെ നൈസായിട്ട് അങ്ങോട്ട് പോയാൽ മതി. എന്റർടൈൻമെന്റ് റിപ്പോർട്ടർ. അങ്കമാലി ഡയറീസിലെ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ച ആന്റണി വർഗീസ്, നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ച ബിന്നി റിങ്കി ബെഞ്ചമിൻ, പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ശരത് കുമാർ എന്നിവരാണ് ഇന്ന് ഈ റിപ്പോർട്ടിൽ അതിഥികളായി എത്തിയിരിക്കുന്നത്. ഈ റിപ്പോർട്ടിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് ഈ അങ്കമാലി ഡയറീസിലേക്ക് എത്തിപ്പെടുന്നത്? നിങ്ങളുടെ എല്ലാം ആദ്യ ചിത്രം കൂടിയാണിത്. എങ്ങനെയാണ് ഇതിലേക്കുള്ള കടന്നത്? ഞാനിതിനകത്തേക്ക് എത്തിപ്പെടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഷോർട്ട് ഫിലിം കണ്ടിട്ട്, ബലിയാട് എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം കണ്ടിട്ടാണ് ലിജോ ചേട്ടനും ചെമ്പൻ ചേട്ടനും ഇതിനകത്തേക്ക് വിളിക്കുന്നത്. അതിനുശേഷം ഒരു 4-5 സ്റ്റേജ് ഓഡീഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് അങ്കമാലി ഡയറീസിൽ കിട്ടിയത്. ഞാനും കാസ്റ്റിംഗ് കോൾ കണ്ടിട്ട് ഫോട്ടോ അയച്ചിട്ടാണ് ഓഡിഷന് വിളിക്കുന്നത്. അങ്ങനെ ഓഡിഷനിലൂടെ കയറിയതാണ്. ഞാൻ അമച്ചർ നാടകം ചെയ്യുന്ന ആളാണ്, തിയേറ്റർ പേഴ്സണാണ്. അപ്പോൾ ട്രിവാൻഡ്രത്താണ് സ്ഥലം. ഞാൻ കാലടിയിൽ MA തിയേറ്റർ വിദ്യാർത്ഥിയാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ ഓഡീഷൻ ഉണ്ടെന്ന് അറിയുന്നത്. അങ്ങനെ ഓഡീഷനിൽ പങ്കെടുത്താണ് സെലക്ഷൻ ആയത്. ഇപ്പോൾ താങ്കൾ അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര് അപ്പാനി രവി. അതിപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ തോന്നുന്നു ഒരു ആദ്യ സിനിമയിൽ തന്നെ ഒരു ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കഥാപാത്രമായി? വളരെ സന്തോഷമുണ്ട്. കാര്യം നമ്മൾ ഒരുപാട് ഓഡീഷന് പങ്കെടുത്ത് ഇങ്ങനെ ആഗ്രഹിച്ചിരുന്ന് കിട്ടിയൊരു സിനിമയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സിനിമ കിട്ടിയപ്പോൾ അതും ആദ്യത്തെ കഥാപാത്രം തന്നെ ഇത്ര ജനങ്ങളെ ഏറ്റെടുത്തതിന് വളരെയധികം സന്തോഷം. വളരെയധികം ദൈവത്തിനോട് നന്ദി പറയുന്നു. താങ്കളുടെ ആദ്യത്തെ ചിത്രമാണിത്. ഇതിനു മുന്നേ മറ്റേ ആന്റണി വർഗീസിനെ പോലെ ഷോർട്ട് ഫിലിമോ മറ്റോ? ഞാൻ കുറച്ച് ആഡും ഇങ്ങനെ മ്യൂസിക്കൽ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം എന്ത് ചെയ്യുന്നു? ഞാനിപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു. മഹാരാജാസിൽ MA ഇംഗ്ലീഷ് ആയിരുന്നു, അത് കഴിഞ്ഞു. ഈ അങ്കമാലി ഇതൊരു കട്ട ലോക്കൽ പടം എന്നുള്ള രീതിയിൽ ഒരു ടാഗ് ലൈനോട് കൂടിയാണ് ഇറങ്ങുന്നത്. ഒരു അങ്കമാലിയിലെ ഒരു പ്രദേശത്തെ ജീവിതം റിയലിസ്റ്റിക് പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്ന ഒരു ചിത്രം. അപ്പോൾ അതിൻ്റെ ഭാഷ എല്ലാം ആ ഒരു പ്രാദേശികമായി നിലനിൽക്കുന്ന ഒരു സംഭവം. അതിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു? ആ ഒരു ഉൾക്കൊള്ളാൻ കഴിഞ്ഞു അതെല്ലാം? കാരണം എൻ്റെ വീട് അങ്കമാലി തന്നെയാണ്, കറക്റ്റ് കരയാമ്പറമ്പെന്നാണ്. തൊട്ടടുത്ത് തന്നെ. എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. പക്ഷേ എനിക്ക് ഇത്തിരി പണിയായിരുന്നു. കാരണം ഞാൻ എറണാകുളത്താണ് പഠിച്ചത്, മഹാരാജ് കോളേജിൽ. അപ്പോൾ അവിടെ തന്നെ ആയിരുന്നു 4-5 വർഷം. എനിക്ക് ഇടയ്ക്ക് കൊച്ചി ഭാഷ കയറി വരും. അപ്പോൾ ആ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഈസി ആയിരുന്നു തോന്നുന്നത്. ഇപ്പോൾ താങ്കളുടെ സ്വദേശം അങ്കമാലി തന്നെയാണ്. അവതരിപ്പിച്ചിരിക്കുന്ന കഥാപശ്ചാത്തലവും എല്ലാം അങ്കമാലിയുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെ താങ്കളുടെ യഥാർത്ഥ ജീവിതവും ഈ സിനിമയുമായൊക്കെ നോക്കുമ്പോൾ ഇത് താരതമ്യം ചെയ്യാൻ പറ്റുന്നതായിരുന്നു? അല്ല, ഒരിക്കലും അങ്ങനെ താരതമ്യം ഉണ്ടായിരുന്നു. അവിടുത്തെ യഥാർത്ഥ ജീവിതമൊന്നും അല്ല. അവിടുത്തെ പണ്ടുണ്ടായിരുന്ന കുറേ കാര്യങ്ങളാണ്. പണ്ട് നമ്മുടെ പള്ളിയങ്ങാടി ബസ്ലീക്ക ചർച്ചിൻ്റെ അവിടെ ഉണ്ടായിരുന്ന കുറേ പച്ചയായ മനുഷ്യരുടെ കുറേ ജീവിതമാണ് ഈ സിനിമയിൽ എടുത്തു വെച്ചേക്കുന്നത്. 86ഓളം പുതുമുഖങ്ങളുമായാണ് ഈ ചിത്രം എത്തിയത്. അങ്ങനെ പറയത്തക്ക താരങ്ങളാരും ഈ സിനിമയിലില്ല. എങ്ങനെ ആയിരുന്നു സിനിമ ഇറങ്ങുമ്പോൾ ഇതിനെ ജനങ്ങൾ സ്വീകരിക്കുമെന്നതിനെ കുറിച്ചൊക്കെയുള്ള ആശങ്കകളുണ്ടായിരുന്നു? അതിപ്പോൾ ഞങ്ങൾക്ക് ഫുൾ കോൺഫിഡൻസ് ആയിരുന്നു. കാരണം ലിജോ ജോസ് പെല്ലിശ്ശേരി എന്നൊരു ഡയറക്ടറാണ് ഇത് ഈ സിനിമ ഡയറക്ട് ചെയ്യുന്നത്. അഞ്ചാമത്തെ ചിത്രം. അതും എല്ലാം ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള മൂവീസ് എടുത്തിട്ടുള്ള ഒരാൾ. അപ്പം ഞങ്ങൾ എല്ലാവരും ട്രസ്റ്റ് ചെയ്തത് സാറിനെ തന്നെയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ അവസാനം ഇറങ്ങിയ പടം അത്രത്തോളം ബോക്സ് ഓഫീസ് വിജയം നേടാത്തൊരു ചിത്രവും കൂടിയായിരുന്നു. അതിനുശേഷം അദ്ദേഹം എത്തുന്നതാണ് ഈ പുതുമുഖങ്ങളുമായി. അതൊരു വൻ താരനിരയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതിരുന്ന ഒരു ചിത്രമാണ്. പക്ഷെ എന്നാൽ പോലും എല്ലാ സിനിമയ്ക്കും ഉണ്ട് പരാജയവും ജയമൊക്കെ. എന്നാൽ ഈ സിനിമ കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടും ഉണ്ട്. ബോക്സ് ഓഫീസ് ഹിറ്റ് അല്ലെന്നും പറഞ്ഞാൽ അതൊരു മോശം ചിത്രം ആവണമെന്നില്ല. അതുകൊണ്ട് ഈ ചിത്രത്തെക്കുറിച്ച് ഉയർന്നു വരുന്ന ഒരു നെഗറ്റീവായിട്ടൊരു അഭിപ്രായം, പ്രത്യേകിച്ചൊരു കഥ എന്നും ഇതിനകത്ത് പറയുന്നില്ല, കുറച്ച് ജീവിതങ്ങൾ കാണിക്കുന്നു എന്നുള്ളതാണ്. അതിനെ ആ ഒരു വിമർശനത്തെ എങ്ങനെയാണ് ഈ ചിത്രം പോസിറ്റീവായി കാണുന്നത്? ഈ ജീവിതങ്ങൾ തന്നെയാണ് നമ്മൾ പറയുന്നത്. അതേ മനസ്സിൽ ഇപ്പം ചെയ്യുന്ന എല്ലാ സിനിമകളിലും കഥയില്ല. ഒരു ക്യാരക്ടർ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ബേസ് ചെയ്തിട്ട് അതിനെ ഫോളോ ചെയ്യുന്ന പോകുന്ന കഥകളാണല്ലോ എല്ലാ സിനിമയായിട്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ സിനിമയിൽ കഥയുണ്ട്. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള കഥകളാണ്. വലിയ ട്വിസ്റ്റ് ഒന്നും നമുക്ക് അങ്ങനെ കാണില്ല. പക്ഷെ നോർമലി ഉള്ള കാര്യങ്ങളൊക്കെ ഇതെല്ലാം അങ്കമാലി ആ പരിസരത്തൊക്കെ നടന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ്. അതെല്ലാവർക്കും കട്ട ലോക്കൽ എന്നുള്ള ടാഗ് ലൈനിൽ ഇറങ്ങുകയും പക്ഷെ കേരളക്കരയെ ആകെ മൊത്തം ഏറ്റെടുക്കുകയും ചെയ്തു. അതിൽ സന്തോഷമുണ്ട്. പുതിയ വർക്കുകളെല്ലാം തേടിയെത്തിയിട്ടുണ്ടോ? അവസരങ്ങളൊക്കെ തേടിയെത്തുന്നുണ്ടോ? വരുന്നുണ്ട്. എനിക്കും കുറേ അവസരങ്ങൾ വന്നിട്ടുണ്ട്.
അപ്പോൾ എല്ലാം ഇനി ദൈവത്തിൻ്റെ ഇതുപോലെ ഭാഗ്യം പോലെ നടക്കട്ടെ, ദൈവാനുഗ്രഹം പോലെ എല്ലാം നടക്കട്ടെ. ഈ സംവിധായകനുമായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ലിജോ ചേട്ടൻ ഞങ്ങളെ ശരിക്കും സപ്പോർട്ട് ചെയ്തു. എല്ലാം ഏതിപ്പോൾ വലിയ ഷോട്ടുകളൊക്കെ ഇതിനകത്തുണ്ട്, 11 മിനിറ്റിൻ്റെ ക്ലൈമാക്സ് ഷോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ലിജോ ചേട്ടൻ ഞങ്ങളുടെ അടുത്ത് ഫുൾ സപ്പോർട്ടാണ്. ഫുൾ പള്ളിപ്പെരുന്നാളിൻ്റെ ക്ലൈമാക്സ് ഷോട്ട് ഫുൾ ഞങ്ങളെല്ലാം ശരിക്കും ഇപ്പം നമ്മളാരെങ്കിലും ഡൗൺ ആയിട്ട് പോകണമെങ്കിൽ ലിജോ ചേട്ടൻ വന്ന് ശരിക്കും നമുക്ക് മോട്ടിവേഷൻ തരും. പിന്നെ ഞങ്ങൾ പരസ്പരം സെറ്റിലുണ്ടായിരുന്ന എല്ലാവരും ശരിക്കും ഒരു കുടുംബത്തിലാണ്, ഞങ്ങളെ പോലെ തന്നെയായിരുന്നു. അതുകാരണം നല്ല കംഫർട്ടബിൾ ആയിരുന്നു. എത്ര ദിവസം എടുത്തായിരുന്നു ഷൂട്ടിംഗ് മൊത്തത്തിൽ? 2 മാസമല്ലേ? 39 ദിവസം. 39 ദിവസം കൊണ്ട് എടുത്തു. പുതുമുഖങ്ങളായതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു എല്ലാവരും പുതുമുഖങ്ങളായതുകൊണ്ട് ആ തോന്നിയില്ല തോന്നിയില്ല. കാരണം ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് മുഴുവൻ നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നു. ഇപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന പെപ്പെ എല്ലാ കഥാപാത്രങ്ങളെ കുറിച്ചും അതിന്റെ ബാക്ക്ഗ്രൗണ്ടും മുഴുവനായിട്ട് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. സ്ക്രിപ്റ്റ് പൂർണ്ണമായതിനു ശേഷമാണ്. ഫുൾ റീഡിംഗ്. സ്ക്രിപ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ചെമ്പൻ വിനോദിനെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ സപ്പോർട്ട് ഈ സിനിമയിൽ? നല്ല സപ്പോർട്ടല്ലേ, എല്ലാ ക്യാരക്ടേഴ്സിനും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഒരു ചേട്ടൻ നമുക്ക് ശരിക്കും ഒരു എനർജി ആയിരുന്നു. ഇപ്പോൾ നമുക്ക് തകർക്കണം, നമുക്ക് സ്ക്രിപ്റ്റ് റൈറ്റർ പറഞ്ഞു തരുന്ന രീതിക്കല്ല ചേട്ടൻ പറയുന്നത്. അതാ അപ്പാനെ രീതി ഇങ്ങനെയാണ്, അല്ലെങ്കിൽ യുക്ലാംബരാജ് അല്ലെങ്കിൽ പെപ്പ ഇങ്ങനെയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അങ്ങനത്തെ ബിൽഡപ്പ് ആയിരുന്നു. അല്ലാതെ സ്ക്രിപ്റ്റ് ബൈ അങ്ങനെ ആയിരുന്നില്ല പറഞ്ഞത്. ഇതിന്റെ ഈ ക്ലൈമാക്സ് രംഗത്തെക്കുറിച്ച് ചിത്രീകരണം വളരെ രസകരമായിരുന്നു എന്നൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞു. എന്തായിരുന്നു അതിന്റെ അനുഭവം? നമ്മളൊരു പെരുന്നാളിന്റെ ആ ഒരു ഇത് ശരിക്കും ഒരു സെറ്റ് തന്നെ ഇട്ടു. കാരണം പള്ളിയുടെ അവിടെയൊക്കെ ഫുൾ ലൈറ്റ് അറേഞ്ച്മെന്റ്, ഒരു 1500 ജൂനിയർ ആർട്ടിസ്റ്റ്, ഭയങ്കര രസമായിരുന്നു. തനി നമ്മൾ ശരിക്കും ഒരു പള്ളിപ്പെരുന്നാൾ അങ്കമാലി ഇതുപോലത്തെ ഉത്സവം നടന്നിട്ടില്ല എന്നാണ് സത്യം. അപ്പൊ ഈ പ്രദേശവാസികളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു. പുറത്തുനിന്നും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പ്രദേശവാസികൾ തന്നെ ഇവരൊക്കെ കറക്റ്റായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്. പക്ഷെ അത് ഭയങ്കര ഭാഗ്യം, ദൈവഭാഗ്യം കൊണ്ട് അത് കറക്റ്റായി. ഈ അങ്കമാലി പോലുള്ള സ്ഥലത്തേക്ക് ഷൂട്ടിങ്ങുമായി അങ്കമാലി തന്നെയാണ് പൂർണ്ണമായും ചിത്രീകരിച്ചിരിക്കുന്നത് അല്ലേ? അത് അവരുടെ ആവശ്യം. ഈ പെരുന്നാളിന്റെ ക്ലൈമാക്സിന് ടേക്ക് ഓക്കെ ആവുക എന്നുള്ളത് അവസാനം ആയപ്പോൾ അവിടെ നിന്ന ജനങ്ങളുടെ ആവശ്യമായി തീരുകയും ചെയ്തത് അല്ലേ? അത്രയും കാരണം ഒരു ടേക്ക് നിന്നവർക്ക് മാറാൻ പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവസാനം അവരുടെ ആവശ്യമായി തന്നെ അവർ ആത്മാർത്ഥമായി വർക്ക് ചെയ്തു. അതുകൊണ്ടാണ് ആ റിസൾട്ട് കിട്ടിയത്. നിങ്ങളുടെ ഈ ചിത്രത്തോടൊപ്പം ഇറങ്ങിയ വേറൊരു ചിത്രമാണ് ഒരു മെക്സിക്കൻ. നിങ്ങളുടെ ഈ പ്രൊമോഷനും നിങ്ങളെല്ലാം സംയുക്തമായി എന്തോ ഫേസ്ബുക്കിലൂടെ എങ്ങനെയായിരുന്നു അതിന്റെ? അത് എൻ്റെ സുഹൃത്തുക്കളാണ് മെക്സിക്കൻ അപാരതയുടെ ഡയറക്ടറായ ടോം എമ്മട്ടി. അതിനകത്ത് പ്രവർത്തിച്ച ബാക്കി എല്ലാവരും മഹാരാഷ്ട്രയിലെ എൻ്റെ കൂട്ടുകാരാണ്. അപ്പം ഞങ്ങൾ ശരിക്കും സംസാരിച്ച് ഞങ്ങൾ ഒരുമിച്ചാണ് രണ്ട് പടത്തിനെ ഒരുമിച്ച് പ്രൊമോട്ട് ചെയ്ത്. ടോവിനോ ചേട്ടനായാലും നമ്മുടെ അങ്കമാലി ഡയറീസിൻ്റെ പ്രിവ്യൂവിൻ്റെ അന്ന് വന്ന് ശരിക്കും നമ്മുടെ പടം കണ്ട് പുള്ളിക്ക് ശരിക്കും ഇഷ്ടമായി. പുള്ളി വന്നിട്ട് ഫേസ്ബുക്കിൽ ശരിക്കും നന്നായിട്ട് പ്രൊമോട്ട് ചെയ്ത് ഷെയർ ചെയ്ത്. അല്ല, വേറെ പ്രമുഖരാരെങ്കിലും നിങ്ങളുടെ സിനിമ കണ്ടിട്ട് നിങ്ങളെ വിളിച്ച് അഭിനന്ദിക്കുകയോ മറ്റോ? അന്ന് പ്രിവ്യൂവിന് ഒരുപാട് പേര് ഞങ്ങളുടെ അടുത്ത് നേരിട്ട് തന്നെ, ജോഷി സാറും സിബി മലയിൽ സാറ്, പിന്നെ സണ്ണിവയും പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, സാരഥി എന്ന് പറയുന്ന പ്രൊഡ്യൂസേഴ്സ് വിളിച്ചിട്ട് ഒരുപാട് നല്ല അഭിപ്രായം. ഇന്നലെ എല്ലാരും കോമൺ ആയിട്ട് ജയസൂര്യ എല്ലാവരെയും ജയേട്ടൻ ഞങ്ങളെല്ലാവരും വിളിച്ചു. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് സിനിമ റിലീസാവുന്ന ദിവസം നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു? എങ്ങനെ ജനങ്ങൾ സ്വീകരിക്കും? എന്താണ് നടക്കാൻ പോണെന്നുള്ളൊരു ഇത്. അതേ ദിവസം തന്നെയാണ് മെക്സിക്കൻ അപാരതയും റിലീസാവുന്നത്. രണ്ട് പടവും ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്കമാലി ഓക്കെയാണ്, പക്ഷെ ബാക്കിയുള്ള നല്ല പേടിയുണ്ടായിരുന്നില്ലേ? ടെൻഷൻ ഉണ്ടായിരുന്നു. റിയാക്ഷൻ എങ്ങനെയായിരിക്കും റിയാക്ഷൻ ഉണ്ടായിരുന്നു, ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറി എന്നുള്ളതാണ് സത്യം. താങ്കളുടെ സുഹൃത്താണ് ഒരു മെക്സിക്കൻ അപാരതയുടെ സംവിധായകൻ എന്ന് പറഞ്ഞു. ആ സിനിമയിലേക്ക് താങ്കൾ ക്ഷണിച്ചിട്ടില്ലായിരുന്നു? എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരു റോളിന് വിളിച്ചിട്ടുണ്ടായിരുന്നു ടോം ചേട്ടൻ. അപ്പോൾ ഇതിൽ നായക കഥാപാത്രം കൊണ്ട് അതിലേക്ക് പോയി. അതിനകത്തേക്ക് പോയി. ഇനി പുതുതായിട്ട് വന്നത് നായക കഥാപാത്രങ്ങളായിട്ടുള്ള അവസരങ്ങളാണോ വന്നിട്ടുള്ളത്? അങ്ങനെയൊന്നുമില്ല. സ്ക്രിപ്റ്റ് ഉണ്ട്, കേൾക്കാം എന്നുള്ള രീതിയിൽ തന്നെ കുറേ ആൾക്കാർ വിളിച്ചായിരുന്നു. അപ്പോൾ അതിനകത്ത് എന്ത് ക്യാരക്ടറാണെന്നൊന്നും അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡിസ്കഷനിലേക്ക് പോയിട്ടില്ല. നിങ്ങൾ ഈ സിനിമയിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ച് നിന്നിരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതിന് മുന്നേ ഏതെങ്കിലും സംവിധായകരുടെ അടുത്ത് അവസരം ചോദിച്ചു പോവുകയോ അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? 3 പേർ ഓഡീഷൻസിൽ പങ്കെടുത്തിട്ടുണ്ട്. ഓഡീഷനിലൊക്കെ പോയിട്ടുണ്ട്, കാണാനൊക്കെ ഓരോരുത്തരെ കാണാനൊക്കെ പോകാറുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഫിലിംസൊക്കെ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ കൂടെയും പ്രൊഡ്യൂസറിനൊക്കെ കാണാൻ പോകാറുണ്ട്. ഈ സിനിമയിൽ ഒരു പ്രാദേശികമായ ഒരു ഗാനം തന്നെയുണ്ട്.
അത് എങ്ങനെയാണ് താങ്കൾ, പ്രത്യേകിച്ച് താങ്കൾക്ക് അങ്കമാലിയുമായി ബന്ധപ്പെട്ടൊരു ഗാനം? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൂടുതലും നമ്മുടെ പാടാൻ പറ്റും നിങ്ങൾ? ഫ്രാൻസിസ് എന്ന് പറഞ്ഞ ഒരു ചേട്ടനാണ്, അങ്കമാലി പ്രാഞ്ചിയോ, അങ്കമാലി ഫ്രാൻസിസ് എന്ന് പറഞ്ഞ ഈ പാട്ട് പാടിയേക്കണത് സിനിമയിൽ. നിങ്ങളാരും പാടില്ല? ഞങ്ങൾ പാടി കഴിഞ്ഞു. ശരത്ത് പാടും. ശരത്ത് ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ്. അങ്ങനെ ഫോക്ക് സോങ്സ് ഒക്കെ ഫോക്സോ അങ്ങനല്ല, പറ്റും പോലെ പാടാം, ബാക്കി സപ്പോർട്ട് ചെയ്യണം. തല്ലിത്തരാം രണ്ടുപേരും. തബറടിക്കണ കാലമായടി തീയാമേ, കാശിന്റെ ക്ഷാമം തീർന്നടി തീയാമേ. തബറടിക്കണ കാലമായടി തീയാമേ, അങ്കമാലിക്കാരനാണടി തീയാമേ. രണ്ടുപേരിയുള്ളൂ. കൊള്ളാം, നല്ലതാ. എങ്ങനെയാണ് ഡാൻസോ മറ്റ് കാര്യങ്ങൾ? അങ്ങനെ കുറച്ച് സിനിമാറ്റിക് ഡാൻസ് ഒക്കെ കളിക്കും, അല്ലാതെ ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല. പുതിയ അവസരങ്ങൾ 3 പേർക്കും വരുന്നുണ്ട്. ഈ പടം വിജയകരമായി ഓടിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും കൂടുതൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ നമുക്ക് ഫേസ്ബുക്കിൽ മെസ്സേജ് അയക്കും, എല്ലാവരും വിളിക്കുക, ഭയങ്കര സപ്പോർട്ടിംഗ് ആണ്. അപ്പാൻ രവീനെയൊക്കെ ഫേസ്ബുക്കിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ഫേസ്ബുക്ക് തുറന്ന അപ്പാനി രവി ഞാൻ ലൈക്ക് അടിച്ചു പോകുന്നു. ഫുൾ അപ്പാനി രവി ഫാൻസ് ആണ് ഇപ്പൊ. ഈ ഇടയ്ക്ക് ഞാൻ നോക്കിയപ്പോൾ ഒരു പോസ്റ്റിൽ കണ്ടത്, ഈ അപ്പാൻ രവി ഇനി രാവണന്റെ വേഷം കിട്ടിയാലും അഭിനയിക്കും, അത് ആത്മവിശ്വാസമുണ്ട് എന്ന് മറ്റോ പറഞ്ഞായിരുന്നു. ആ ഒരു ആത്മവിശ്വാസം ഈ സിനിമയിലൂടെ പല ഓഡിഷന് പോകാറുമ്പോഴേ നമ്മുടെ ഈ ബോഡി ലാംഗ്വേജ് ഒക്കെ കണ്ടിട്ട് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് തിക്താനുഭവങ്ങളുണ്ട് ഈ അവസരം തേടി പോകുന്ന സമയത്ത്. ഞാൻ ഈ കാവാല സാറിൻ്റെ കൂടെയൊക്കെ നാടകം ചെയ്യാനൊക്കെ പോയിട്ടുണ്ട്, കർണഭാരമൊക്കെ. അപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട് എനിക്ക് എന്തുകൊണ്ടാണ് കർണം ചെയ്യാൻ പറ്റാത്തത്. എൻ്റെ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കളൊക്കെ കർണനൊക്കെ ചെയ്ത് ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുമ്പോൾ ഞാൻ വെറും ശകുനിയായിട്ടൊക്കെ ഇങ്ങനെ കുന്തൊക്കെ പിടിച്ച് നിൽക്കും. അപ്പോൾ ഞാൻ പലതവണ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. അതിങ്ങനെ മനസ്സിൽ കിടന്നിട്ടാണ് ഞാൻ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞത്, ഞാൻ രാവണൻ കഥാപാത്രമാണെങ്കിൽ എൻ്റെ ഈ ബോഡി വെച്ചിട്ട് ചെയ്യാനുള്ള ശരീരമല്ല കോൺഫിഡൻസ് ആണ് വേണ്ടത് അഭിനയിക്കാനുള്ളത്. അങ്ങനെ 3 പേർക്കും ഭാവിയിൽ നല്ല നല്ല ചിത്രങ്ങൾ ഉണ്ടാകട്ടെ. ഈ ചിത്രം വൻ ഹിറ്റ്, ഇപ്പം തന്നെ ഹിറ്റാണ്, വൻ ഹിറ്റിലേക്ക് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെയധികം നന്ദി ഈ റിപ്പോർട്ടിൽ പങ്കെടുത്തതിന്. നമസ്കാരം.